ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ലേ, മാംഗോ സീസൺ ആണ്. അപ്പോൾ അതിനെക്കൊണ്ട് പല പല വെറൈറ്റികൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സാഗോ പുഡിംഗ് ആണ്. പേരിൽ തന്നെ ഉണ്ട് മാംഗോ സാഗോ, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലാകെ 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 3 മാങ്ങയാണ് എടുത്തത്. ഇതിൽ 2 മാങ്ങ നമുക്ക് പൾപ്പായിട്ടാണ് വേണ്ടത്. അതായത് വേറെ ഒന്നും ചേർക്കണ്ട, മാങ്ങ മാത്രം നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കണം. അതാണ് മാംഗോ പൾപ്പ്. പിന്നെ ഒരു മാങ്ങ ഞാൻ അതിൻ്റെ മേലയിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം. സ്മോൾ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് പൾപ്പാക്കിയിട്ട് വരുന്നത്. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പൾപ്പാക്കി വെച്ച മാംഗോ, 2 വലിയ മാംഗോ ഫുള്ളായിട്ട് പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മാംഗോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കണ്ടൻസ് മിൽക്ക്, പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ മറിയത്തിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തത്. അതുകൊണ്ട് ഇതിനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൺസിസ്റ്റൻസി കണ്ടോ. പിന്നെ എടുത്ത സാധനം എന്ന് വെച്ചാൽ നമ്മുടെ സാഗോ, നമ്മൾ ഈ പായസത്തിലൊക്കെ ഇടുന്നില്ലേ, ചൗവരി, അതാണ് ഞാൻ പിന്നെ എടുത്തത്. അപ്പം ഞാൻ ആദ്യം തന്നെ വേറൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ട്രേയിലൊന്നുമല്ല. ആദ്യം നമുക്കൊരു പാത്രം എടുത്തിട്ട് ഈ പൾപ്പ് നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. മാംഗോ പൾപ്പാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം നമ്മൾ മധുരം ഇടുമ്പോൾ കൂടി പോകാൻ പാടില്ല. എൻ്റെ മാംഗോക്ക് മധുരം ഒട്ടുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ കണ്ടൻസ് മിൽക്ക് മധുരം നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ കണ്ടൻസ് മിൽക്കും കണ്ടോ, മാംഗോ, ഇപ്പം മാംഗോൻ്റെ കളറ് മാറിയില്ലേ. കണ്ടൻസ് മിൽക്കും മാംഗോ നല്ലോണം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രഷ് ക്രീം, ഞാൻ വാങ്ങിയ ഫ്രഷ് ക്രീം, ഇതിപ്പം നിങ്ങൾ ലൂസായിട്ട് നമ്മൾ ആ ബോട്ടിൽ കിട്ടുന്ന ഫ്രഷ് ക്രീമില്ലേ, അതാ വാങ്ങിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ക്രീമാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കാരണം ഇത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീമും ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കട്ട ഉള്ളതൊക്കെ അലിഞ്ഞ് മാറണം കേട്ടോ. ഞാൻ കുറച്ച് വലിയ സ്പൂൺ ഇട്ടിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ആവില്ല. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ പുഡിങ്ങിൻ്റെ ക്രീം ഉണ്ടാവേണ്ടത്. ഇനി ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ സാഗോ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒന്നുമില്ല, വെള്ളത്തിൽ നമ്മൾ നല്ലോണം വേവിപ്പിച്ചെടുത്തതാണ്. ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. അതൊന്ന് നമുക്ക് അതും കൂടി ഒന്ന് ഇതിൽ ഇളക്കി കൊടുക്കാം. നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ, ഒരു തരി പോലത്തെ ഒരു സംഭവം നമുക്ക് വായിൽ കിട്ടും, അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ ഇത് ഇട്ടപ്പം കണ്ടോ, സാധനം മാറിയത് നമ്മൾ പായസത്തിലൊക്കെ കിട്ടുന്നത് പോലെ. ഇനി ഇതിപ്പോൾ റെഡിയായി, ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ പുഡിംഗ് ട്രേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഈ റെഡിയാക്കി വെച്ച പൾപ്പും ഈ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മാംഗോനെ ഇതിൻ്റെ മേലയിലാക്കിയിട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത മാംഗോ മേലയിലിടുമ്പോൾ നമ്മൾ ഇതൊന്ന് സെറ്റായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല കടിക്കാനുള്ള പാകത്തിനാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കൂടുതൽ മാംഗോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മാംഗോ സാഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഫ്രിഡ്ജിലേക്ക്. ഇതിൽ കണ്ടോ, നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും, മേലത്തെ ലെയറിൽ കട്ട് ചെയ്ത് വെച്ച മാംഗോ, പിന്നെ നമ്മുടെ ആ ക്രീമും മാംഗോൻ്റെ പൾപ്പും, ഇവിടെ സൈഡിലായിട്ട് സാഗോവും കാണുന്നില്ലേ. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ പോലെ വേണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പൾപ്പും കണ്ടൻസ് മിൽക്കും സാഗോവും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഫ്രഷ് ക്രീം എടുത്തില്ലേ, അത് നമ്മൾ കേക്കിന് ക്രീം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അതുപോലെ ക്രീം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലെയർ ആക്കിയിട്ട് ചെയ്യുക. അതായത് ആദ്യം അടിയിൽ
നമ്മുടെ ഈ പൾപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേലിൽ കുറച്ച് ക്രീം സെറ്റ് ചെയ്യുക, പിന്നെയും പൾപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ നമ്മുടെ ഈ മാംഗോൻ്റെ ഈ പീസസും. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മാങ്ങ ഇപ്പം നമ്മൾ ഏത് രീതിയിലാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം എങ്ങനെയുള്ളത് എന്നുള്ളത്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ വെക്കട്ടെ. അങ്ങനെ നമ്മുടെ മാംഗോ സാഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ ഞാൻ ഫ്രീസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാലോ, ആ മേലിലിട്ട മാംഗോവും അതുപോലെ വായിലിടുമ്പോൾ സാഗോൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇപ്പം നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ 8ലും 9ലൊക്കെ പഠിക്കുന്ന മക്കൾ ഇപ്പം വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈസി റെസിപ്പി നോക്കുന്നില്ലേ, അങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വലിയ പണിയൊന്നും ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്ന സമയത്തും നമ്മൾ പല വെറൈറ്റീസ് ഓഫ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാനിത് കഴിച്ചു തീർക്കട്ടെ. ബൈ.